സമന്വയം എന്ന് വെച്ചാൽ നമ്മൾ വിവിധ വകുപ്പുകളെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിദരിദ്രർ, വയോജനങ്ങൾ, അംഗപരിമിതി ഉള്ളവർ, അതുപോലെ കിടപ്പ് രോഗികൾ, അങ്ങനെ ഇവരെല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഇവരുടെയൊക്കെ അവസ്ഥകളിലേക്ക് ഇടപെടാൻ കഴിയുന്ന വകുപ്പുകളെ കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ള കോർപ്പറേഷൻ്റെ ഒരു പദ്ധതിയാണ് സമന്വയം. ഇതിൽ നമ്മൾ സർക്കാർ വകുപ്പിൽ ഇപ്പം നമുക്ക് കോർപ്പറേഷൻ ഉണ്ട്, അതോടൊപ്പം ആരോഗ്യ വകുപ്പ്, സാമൂഹ്യ നീതി വകുപ്പ്, സാമൂഹ്യക്ഷേമ വകുപ്പ്, അതുപോലെ വനിതാ ശിശു വകുപ്പ്, ഇവരെല്ലാവരും നമ്മളോട് കൂടെ കൈകോർത്തതിൽ കൂടിയുണ്ട്. നമ്മളിതിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും പുതുമ എന്ന് വെച്ചാൽ നമുക്ക് കേരള കെയർ എന്ന പേരിൽ ഒരു ഓൺലൈൻ ഡിജിറ്റൽ ഗ്രിഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എറണാകുളത്തുള്ള ഒരു സംരംഭകരായിട്ട് ചെറുപ്പക്കാർ. ആ ഗ്രിഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിവരങ്ങൾ എത്തിക്കേണ്ടത്. അതായത് കോർപ്പറേഷൻ തലത്തിൽ എന്തുണ്ടാവും, ഒരു ജാഗ്രതാ സമിതി പോലെ ഒരു സമിതി ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനും റിവ്യൂ ചെയ്യാനും. അതുപോലെ വാർഡ് തലത്തിൽ ഇപ്പോൾ നമുക്ക് വാർഡ് കമ്മിറ്റി ഉണ്ട്, അതിൻ്റെ കീഴെയായിട്ട് നമുക്കൊരു ഹെൽത്ത് ടീം വാർഡ് തലത്തിലുണ്ടാവും, ഹെൽത്ത് കെയർ ടീം ഉണ്ടാവും. അപ്പോൾ ഇവർ വാർഡ് തലത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മോണിറ്ററിങ്ങിൽ അതിൽ നമ്മൾ ആശാ വർക്കർമാർ ഇപ്പോൾ തന്നെ ഒരുവിധം കിടപ്പ് രോഗികളുടെയൊക്കെ കാര്യങ്ങൾ, അതിദരിദ്രർ, ഇവരുടെ ഒക്കെ ലിസ്റ്റ് അവരെടുക്കുന്നുണ്ടെങ്കിലും ഒന്നുകൂടി വാർഡ് തലത്തിൽ ഇൻറ്റൻസിഫൈ ചെയ്തിട്ട് ഈ ലിസ്റ്റ് എല്ലാം എടുത്ത് ഓരോ കിടപ്പ് രോഗിയുടെയും പ്രശ്നങ്ങൾ നമ്മൾ അവിടെ പോയി നമ്മൾ ട്രെയിനിങ് കൊടുത്ത ഒരാൾ ഒരു രോഗിയുടെ എല്ലാ കാര്യങ്ങളും പ്രത്യേക ഈ ഗ്രിഡിലേക്ക് ആപ്പ് വഴി എന്ത് ചെയ്യുന്നു, ഈ വിവരങ്ങൾ കൈമാറുക. അപ്പോൾ അത് അവിടെ പെർമനൻ്റ് ആയിട്ട് അവരുടെ പേര്, അഡ്രസ്സ് ഇതെല്ലാം അവിടെ രേഖപ്പെടുത്തപ്പെടും. എന്നിട്ട് ഇവരുടെ ആവശ്യങ്ങൾ 2-3 തരത്തിലുണ്ട് പാലിയേറ്റീവ് കെയർ കിടപ്പ് രോഗികൾക്ക്. നമുക്ക് ദിവസവും ചെന്നിട്ട് പ്രൈമറി തലം ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്യുന്നത് പോലെ നമ്മൾ പോകുന്ന നഴ്സുമാർ കൂടെ പോയിട്ട് അവരെ വൃത്തിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാരെ പഠിപ്പിക്കും, ഡോക്ടറെ കാണാൻ വേണ്ടിയുള്ള സൗകര്യം കൊടുക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഗ്രിഡ് വരുമ്പോൾ ഒരു പ്രദേശത്ത് കിടപ്പ് രോഗികൾ ഒരു വാർഡിൽ ഇപ്പോൾ ഒരു 4 പേരുണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 5 പേരുടെ വാർഡിൽ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ സാധാരണ. അവിടെ തന്നെയുള്ള ഡോക്ടർമാരുടെ പേരും നമ്പറും ഈ ഗ്രിഡിലേക്ക് വരും, സന്നദ്ധരായവരുടെ. അപ്പോൾ ആ വാർഡിലൊരു പ്രശ്നമുണ്ട് എന്നറിയുമ്പം ഈ ഗ്രിഡ് വഴി ഈ ഡോക്ടർക്ക് മെസ്സേജ് പോവുകയും അദ്ദേഹത്തിന് ടെലി മെഡിസിൻ ഉണ്ടല്ലോ, അതുവഴി നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ വീഡിയോയിൽ കയറി രോഗിയെ കണ്ട് അവിടെ നിൽക്കുന്ന ആളോട് ചോദിച്ച് സംസാരിച്ച് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല BP-യും ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ JPHന്മാരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ജൂനിയർ പബ്ലിക് നേഴ്സ്, അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ BP നോക്കാനും അതുപോലെ ഹാർട്ടിൻ്റെ ബീറ്റ് നോക്കാനും പൾസ് നോക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ അവർ കൂടി അടുത്തുണ്ടെങ്കിൽ ഈ ഡോക്ടർക്ക് ഈ ഇത് വഴി ഈ ആപ്പ് വഴി നേരിട്ട് ബന്ധപ്പെട്ട് രോഗിയെ കണ്ടിരിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ പിന്നെ നമുക്കൊരു ആംബുലൻസ് സർവീസ് റെഡി ആയിട്ടുണ്ട് കോഴിക്കോട്. ഇപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ പാലിയേറ്റീവ് കെയറിൽ മാത്രം നമുക്ക് 4 ആംബുലൻസുകളും 4 ഡ്രൈവർമാരും ഉണ്ട്. ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡോക്ടേഴ്സ്. അപ്പോൾ ഈ നമുക്ക് 19ഓളം അർബൻ ഹെൽത്ത് സെൻ്ററുകൾ, PHCകൾ നമുക്കിപ്പോൾ തന്നെ ഉണ്ട്. അവിടുത്തെ ഡോക്ടർക്കും അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വോളണ്ടറി സർവീസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ സംഘടനകൾ, മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർമാരുടെ സംവിധാനങ്ങൾ, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ ഒരു ഗ്രിഡ് ആക്റ്റീവ് ആകുമ്പോൾ 2-3 കാര്യങ്ങൾ നമുക്ക് സാധിക്കും. ഒന്ന്, കിടപ്പ് രോഗികൾ, അവരാണ് ഞങ്ങളുടെ ആദ്യത്തെ ടാർഗറ്റ്. അവർക്ക് സഹായം അവിടേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ അതിദരിദ്രരായവരുടെ കാര്യം പലവട്ടം നമ്മളൊക്കെ ചർച്ച ചെയ്തു, പത്രത്തിൽ വന്നതാണ്. നമുക്കിപ്പോൾ കോഴിക്കോട് ഏതാണ്ട് 764ഓളം ആൾക്കാരാണ് അതിലൊക്കെ ലിസ്റ്റിലുള്ളത്. അവർക്കുള്ള ഭക്ഷണം, അതുപോലെ അവർക്കുള്ള മരുന്ന്, അവരൊന്ന് ഇടയ്ക്ക് കാണാൻ പോവാം. അതിദരിദ്രരെയും പാലിയേറ്റീവ് കെയറിൽ കിടക്കുന്നവരെയും അല്ലെങ്കിൽ വീട്ടിലെ കിടപ്പ് രോഗികളെയും വാർദ്ധക്യം കൊണ്ട് ഒരു പക്ഷേ നിത്യം കിടപ്പ് രോഗി അല്ലെങ്കിലും പുറത്തിറങ്ങാൻ പറ്റാത്തവരെയും ഒക്കെ സന്ദർശിക്കാനുള്ള സൗഹൃദ സന്ദർശനങ്ങൾക്ക് വേണ്ടി വാർഡ് തലത്തിലെ കമ്മിറ്റിയിൽ വയോജന ക്ലബ്ബുകൾ ഇപ്പം തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. എല്ലായിടത്തും അത്ര ആക്റ്റീവ് അല്ലെങ്കിൽ പോലും ആ ക്ലബ്ബുകൾ പല സ്ഥലത്തും ഉണ്ട്. അതൊന്ന് ശക്തിപ്പെടുത്തി അവരിൽ കുറച്ച് പേര് ഇവരെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള രീതിയിൽ അവർക്ക് നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറയുമല്ലോ, അവർക്ക് ഞങ്ങൾ കരുതാൻ കൂടെ ഉണ്ട്, ഒരാളുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കുന്ന രീതിയിലൊരു സംവിധാനം. അപ്പോൾ ഇതൊക്കെ, അതുകൂടാതെ ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരാൾക്കൊരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും ഞങ്ങൾക്ക് വണ്ടികൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പലരും. അപ്പോൾ അത്തരത്തിൽ ഓടാനുള്ള വണ്ടികളും സംവിധാനങ്ങളും ഒക്കെ കോർപ്പറേഷൻ ഇപ്പോൾ ഉള്ളതും അതുകൂടാതെ ഇനി വരാൻ പോകുന്നതുമായ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ 4 മേഖലകളിൽ, അതായത് ഒന്ന് വയോജന, അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽ,
അതുപോലെ അതിദരിദ്രർ എന്ന് നമ്മൾ പറയുന്നവരിൽ 60 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും, അത് വേറൊരു തരത്തിലുള്ള പരിഗണനയില്ല, ഇനി BPL കാർഡാണോ APL കാർഡാണോ എന്നൊന്നും നമ്മൾ നോക്കുന്നേ ഇല്ല. ആരായാലും ആർക്ക് സഹായം എത്താൻ നമുക്ക് സാധിക്കും. അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയിൽ അവർക്ക് വേണ്ട ഉപകരണങ്ങൾ കൊടുക്കാനുണ്ട് വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അതുവഴിയുള്ള ഉപകരണങ്ങൾ നമ്മൾ ലഭ്യമാക്കും ആ തരത്തിൽ. അതുകൂടാതെ നമ്മളിപ്പോൾ സ്പോൺസർഷിപ്പ് വഴി ഒരാൾക്കിപ്പോൾ വോക്കർ, എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമായിരിക്കും വോക്കർ, അല്ലെങ്കിൽ ഒരു വീൽ ചെയർ. അവർക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, പലതരത്തിലുള്ള വീൽ ചെയറുകളുണ്ട്. അധികം ദൂരത്ത് ബാത്റൂമിൽ നിന്ന് പോകാൻ കഴിയാത്തവർക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുന്നേൽപ്പിച്ച് കിട്ടിയാൽ സാധിക്കാവുന്ന സൗകര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്പോൺസർഷിപ്പിലൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കും. അതുകൂടാതെ